വീണ്ടും ചായക്ക് സൂപ്പർ കടിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് വേണം, പിന്നെ 4-5 കിഴങ്ങും വേണം കേട്ടോ. അത് നല്ല കണക്ക് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിനകത്ത് 2 വിസിൽ മതിയല്ലോ. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകോടെ ചതയ്ക്കാൻ വേണ്ടിയാണ്. ഈ കരിവേപ്പിലയും പിന്നെ നമ്മുടെ മല്ലിയിലയുടെ ചേട്ടൻ അറിയായിരിക്കുമല്ലോ, സെയിം മല്ലിയിലയുടെ ടേസ്റ്റ് ആയാലേക്ക് കേട്ടോ. അതും കൂടിയിട്ട് ചതച്ച് വെച്ചു. ഇത് നമ്മുടെ കടലമാവ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ശക്കല കായപ്പൊടി ഇട്ടിട്ട് പുരട്ടി നല്ല കണക്ക് തിക്ക് ബാറ്റർ കേട്ടോ ആക്കിയ സൈഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിഴങ്ങ് ആദ്യം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയ്ക്ക് അത് ശലം കടുവും പൊട്ടിച്ച് ശലം ചെറിയ ജീരകവും പൊട്ടിച്ച് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ അത് നല്ല കണക്കൊന്ന് പച്ച മണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഇട്ടിട്ട് നല്ല കണക്ക് കുഴച്ചെടുക്കണം കേട്ടോ, നമ്മുടെ ഈ മസാല ദോശയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് അറിയാം, ഈ ബ്രെഡിനകത്ത് ഈ കിഴങ്ങിൻ്റെ ഈ ബാറ്ററും വെച്ചിട്ട് 4 ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്യൂബായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വറുത്തെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും എളുപ്പമാണ്. അതുപോലെ ഒത്തിരി വലുതാണെങ്കിൽ പെട്ടെന്ന് വേവത്തില്ല, ഉള്ളു വേവത്തില്ല. അങ്ങനെ ഞാൻ കണ്ടോ അതിങ്ങനെ ക്യൂബായിട്ട് ആ മാവ് നമ്മുടെ കടലമാവിൻ്റെ മാവിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെയൊക്കെ. പക്ഷേ അത് കുറച്ച് ചിക്കൻ മസാല, നമ്മുടെ സാധാ മസാലയും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഇട്ടില്ല, എന്താ ഇടാഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ചായയും കൂടി വെച്ചു കേട്ടോ. നമ്മുടെ നല്ല ഏലക്ക ഇഞ്ചിയും കൂടി ചതച്ച സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് കഴിച്ച് ഞാൻ ഇപ്പോഴാണ് ടേസ്റ്റ് നോക്കുന്നത് കേട്ടോ. മമ്മിക്കും പപ്പയ്ക്ക് സോസിൻ്റെ കൂടെ സൂപ്പർ, പക്ഷേ ഞാൻ സോസ് എടുത്തില്ല, എനിക്ക് വേണ്ടാന്ന് തോന്നി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചായയും കുടിച്ച് അതും കഴിച്ച് സൂപ്പറായിരുന്നു കേട്ടോ. വൈകുന്നേരം പൊളിച്ച്. അപ്പോൾ ഇന്ന് വീഡിയോക്ക് അത്രയുള്ളൂ. ടാറ്റാ ബൈ.